ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ പൊതുവെ ഈ പറയുന്ന ഒന്നെങ്കിൽ ACAയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലെ SA പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് IB SA പരീക്ഷകൾ കഴിഞ്ഞ് അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പം പ്രധാനമായിട്ട് ഈ പറയുന്ന IB പോലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. മറ്റ് ഇന്റർവ്യൂവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന IB എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയും കൂടിയാണ്. അത് മാത്രമല്ല അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ ഈ പറയുന്ന ഡിസ്ക്ലോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് അത്ര സ്വീകാര്യമായ സംഭവം തന്നെ അല്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന SA പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 10ാം ക്ലാസ് ഒക്കെ ബേസ് ചെയ്ത പരീക്ഷയാണ്. അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. ഓക്കെ, അതിനെ ഈ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു നിർത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യും ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് അളക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന നോളജ് അളക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും, നിങ്ങൾ എടുക്കുന്ന മെഷേഴ്സ് എങ്ങനെയായിരിക്കും, നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കാം അല്ലെ, അതെല്ലാം ഒരു ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രഷർ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഉത്തരം നൽകാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. പക്ഷെ ആ ചോദ്യത്തിന് അവൻ എങ്ങനെയാണോ എന്ത് ചെയ്യുന്നത്, ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറെടുക്കുന്നത്, അവൻ എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് അല്ലെ, ചോദിക്കുന്ന ചോദ്യങ്ങൾ അവൻ എങ്ങനെയാണ് മനസ്സിട്ട് അനലൈസ് ചെയ്യുന്നത്, അതിന് ഉത്തരം എങ്ങനെയാണ് നൽകുന്നത് എന്നതിലാണ് എന്ത് ചെയ്യുന്നത് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വലിയൊരു കാര്യമായിട്ട് വരും എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. നിങ്ങൾ മലയാളം ആയിക്കോട്ടെ, നിങ്ങൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ഒരു ഫ്ലുവൻസി ഉണ്ടാകണം, ഒരു വ്യക്തത ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ വിക്കലും മുളലും നിങ്ങൾക്ക് പറയാൻ രീതിയിൽ പാടില്ല. ഓക്കെ, പൊതുവെ ഈ പറയുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് പറയാം, നമ്മൾ വ്യക്തതയില്ലായ്മയാണ് എന്ത് ചെയ്യുന്നത്, അത് കാണിക്കുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ ഇന്റർവ്യൂ ഒക്കെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്ന ബോർഡിൽ അംഗങ്ങൾ എന്ത് ചെയ്യുന്നത് പൊതുവെ പറയാറുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ഒരുപാട് സമയം എടുക്കരുത്, അത്യാവശ്യം ചിന്തിച്ച സമയം എടുത്ത് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ധൃതി ഒന്നും എന്ത് ചെയ്യരുത്, കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതോടൊപ്പം സ്ട്രക്ചറും മറ്റു നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ, നിങ്ങൾ ആ ഇന്റർവ്യൂവിന്റെ ആ ബോർഡിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് നൽകും, ഒരു SSQ ഫോം എന്ന് പറയുന്ന ഒരു ഫോം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മോഡലാണ് നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സ്പെഷ്യൽ സെക്യൂരിറ്റി ക്വസ്റ്റനെയർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റനെയർ ആണ്. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആ ഒരു ബോർഡിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ അത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ ഒരു ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഈ പറയുന്ന SA വരുമ്പോൾ ഇതൊരു ACIയുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു SSQ ഫോമാണ്. ഇത് തന്നെ ലഭിക്കണമെന്നില്ല, അതിനകത്ത് ചെറിയ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ വ്യത്യാസങ്ങൾ കാണും. എന്നിരുന്നാലും ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ ഞാൻ 2 പേജസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, വളരെ താഴോട്ട് ഒരുപാട് ബാക്കി പേജസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ പേജസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുറച്ച് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നത് ഉൾക്കൊള്ളുന്ന ഒരു പേജാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒരു ബുക്കിനകത്ത് എഴുതി എടുക്കുകയോ ചെയ്തതിനു ശേഷം ഈ ഒരു ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പൂരിപ്പിക്കുക. ഓക്കെ, ഇത് പൂരിപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, വെറുതെ പുസ്തകം അടക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്, അത് അനലൈസ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വരും, ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അല്ലെ, ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ഇനി ഞാൻ ഇത്രയും ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു ചോദ്യം കിട്ടുന്നുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അതിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാമായിരുന്നു, അതിന് ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണ്, ഈ അടുത്ത കാലത്ത് അത് ചർച്ച ചെയ്യപ്പെടാനുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത എന്തെല്ലാമാണ് അല്ലെ, അങ്ങനെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. രണ്ടാമത് അച്ഛനും അമ്മയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന സമയങ്ങളിൽ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു, അമ്മ എന്ത് ജോലി ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന പറയുന്ന രീതിയിൽ ചെറിയ ജോലിയാണ് ചെയ്യുന്നത്, അത്ര വലിയ വൈറ്റ് കളർ ജോലിയൊന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അവൻ മടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവർക്ക് ബോർഡിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കുന്നുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ പറയുന്ന ഓരോ ചോദ്യങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന SSQ ഫോമിൽ നിന്ന് എന്ത് ചെയ്യും അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന്
മുമ്പായിട്ട് തന്നെ അത് പഠിക്കുക. അവർ ഈ ഒരു ഫോം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നാണ് എന്ന് എഴുതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്വയം അനലൈസ് ചെയ്യുക, തെറ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങളത് തിരുത്തിക്കൊണ്ട് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു രീതികൾ എന്ത് ചെയ്യുക, അത് വെറുതെ കാണാൻ പഠിച്ച് വെക്കുക എന്നുള്ളതല്ല, അതിലൂടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയ ഒരു മോക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമതെന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. ആദ്യമേ തന്നെ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ അവർ ആദ്യമേ തന്നെ ഒരു ചോദ്യം മുന്നിലേക്ക് ഇട്ടല്ല തുടങ്ങുന്നത്. ആദ്യം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞാൽ എന്ത് ചെയ്ത് പൊതുവെ എല്ലാ ഇന്റർവ്യൂസും തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വെറുതെ കാണാൻ പഠിച്ചുകൊണ്ട് പോകരുത്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ബാക്കിയുള്ളവരോട് നിങ്ങൾ ആരാന്നുള്ളത് മറ്റുള്ളവരോട് പറയുന്ന ഒരു സംവിധാനമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഫ്രെയിം ചെയ്ത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി അത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു അച്ചടി ഭാഷയിൽ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ്, നിങ്ങൾ മനസ്സിലുള്ള സാധനം രണ്ടാമതിരിക്കുന്നത് ഇപ്പൊ സെക്കൻഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉള്ളിൽ നിന്ന് പറയുന്നതാണെന്നുള്ള രീതി എന്ത് ചെയ്യണം, അവർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. രണ്ടാമത് പേഴ്സണൽ ഡീറ്റെയിൽസ് വളരെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, ഉണ്ടാകാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. ഈ ACOയ്ക്ക് മറ്റുമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു കുറെ പേർക്കൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ BSc ആയിരിക്കും, BE ആയിരിക്കും, BCom ആയിരിക്കും, ചിലപ്പം MSc കാണും, BSc കാണും, പ്ലസ് 2 ഉള്ളവർ കാണും, 10ാം ക്ലാസ് ഉള്ളവർ കാണും. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് സ്പേസ് സയൻസ് ഒക്കെ പഠിക്കണമെന്നുള്ളതല്ല, ബേസിക് നോളജ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ എന്തുകൊണ്ട് ആ സബ്ജക്ട് തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തില്ല, ഈ സബ്ജക്ട് തിരഞ്ഞെടുത്തിട്ട് എന്തുകൊണ്ട് IB നിങ്ങൾ ചൂസ് ചെയ്തു, അല്ലെ, ആ ചോദ്യവും വരാം. ഇനി IB റിലേറ്റഡ് മറ്റു കാര്യങ്ങളാ, പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അതേപോലെ ഇന്റേണൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ആസ്പെക്റ്റായിട്ട് ബന്ധപ്പെട്ട, അതായത് സ്വന്തമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ, സ്വയം നമ്മുടെ അലയൻസുമായിട്ട് കാര്യങ്ങളെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഓക്കെ, ഇത് ബേസിക് ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ IB റിലേറ്റഡ് കാര്യങ്ങളായ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. അടുത്തത് ഈ പറയുന്ന IBയുടെ പരീക്ഷകളിൽ പ്രധാനമായിട്ടും ചോദിച്ചു വന്നിട്ടുള്ള പല ആളുകളിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പല കുട്ടികൾക്ക് പല ഭാഗങ്ങളിലായിട്ട് പോയി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകളിൽ പലരും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് അവരോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് ലിക്വർ പോളിസിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിയമവശങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അമെന്റ്മെന്റും മറ്റു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്താണ് IB, അല്ലെ, IBയിലേക്ക് കയറുന്ന ഒരാൾക്ക് എന്താണ് IB എന്ന് അറിയണോ, അല്ലെ. അപ്പൊ IBയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, IBയിലേക്ക് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എന്തുകൊണ്ട് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ IBക്ക് തന്നെ അപ്ലൈ ചെയ്തു, എന്തുകൊണ്ട് ACIക്ക് അപ്ലൈ ചെയ്ത് SIക്ക് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് എന്താ ACI എഴുതി കൂടായോ, അല്ലെ, ഈ പറയുന്നതിൽ SI അല്ലാതെ മറ്റു പോലീസ് സേനകൾക്ക് എന്താണ് നോക്കാത്തത്, അല്ലെ, അങ്ങനെ ഇപ്പോൾ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്, എന്തുകൊണ്ട് തെരഞ്ഞെടുത്ത്, എന്തുകൊണ്ട് IBയിലേക്ക് വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എല്ലാ വർഷവും അതേപോലെ മാസങ്ങളും മറ്റുമായിട്ട് ഇപ്പോൾ ആനുവൽ റിപ്പോർട്ട് എന്ത് ചെയ്യും, അവര് പബ്ലിഷ് ചെയ്യും. അപ്പൊ ആനുവൽ റിപ്പോർട്ടിനകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കാറുണ്ട്. നെറ്റിൽ അവൈലബിൾ ആണ്, എടുത്ത് വായിച്ച് നോക്കുന്നപ്പോൾ നന്നായിരിക്കും. അതേപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പെഹൽഗാം അറ്റാക്കും ഓപ്പറേഷൻ സിന്ദൂറും അതേപോലെ ഡൽഹി ബ്ലാസ്റ്റും ഒക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ് ക്ലോത്ത് ടെററിസത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്ന ഒരുപാട് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻസർജൻസി മിലിറ്റൻസി, അല്ലെ, ഈ പറയുന്ന ഇന്ത്യ ഇത് ആദ്യമൊന്നും അല്ല കേൾക്കുന്നത്, ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇൻസർജൻസി മിലിറ്റൻസി തമ്മിൽ വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. IBയും റോയും ഒന്നാണ്, അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം IB വേറെ റോ വേറെ എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അതിൽ വ്യത്യാസം, അത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അതുപോലെ വ്യത്യാസം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നക്സലിസം, ഒരുപാട് ഭാഗങ്ങളിൽ നക്സലിസം കഴിഞ്ഞിട്ടുണ്ട്. ഈ നക്സൽ ഫ്രീ ആയിട്ടുണ്ട്. റെഡ് കോറിഡോർ എന്നൊക്കെ അറിയാലോ, റെഡ് കോറിഡോർ അറിയാമായിരിക്കുമല്ലോ, അല്ലെ. ഇപ്പൊ നക്സൽ ബാരിയിലാണല്ലോ ഇപ്പൊ നക്സലിസം തുടങ്ങുന്നത് വെസ്റ്റ് ബംഗാളിലെ. അപ്പൊ അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇന്റലിജൻസും ഇൻഫോർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ NCC SPC JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നൊക്കെ പഠിച്ചു വന്ന കുട്ടികളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ NCCനൊക്കെ ആണെങ്കിൽ നിങ്ങൾ റൈഫിളുമായിട്ട് ബന്ധപ്പെട്ട് 7.62 mm അല്ല, അല്ലെങ്കിൽ 0.22 എന്താണ് റൈഫിളിനെ പറ്റി, ബോൾട്ട് ആക്ഷനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ 0.22 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് റൈഫിൾ, എന്താണ് ഡ്രില്ല്, എന്താണ് ഈ പറയുന്ന ആർമി, നേവി, എയർഫോഴ്സ് എന്നുള്ള വ്യത്യാസം എന്തെല്ലാമാണ്, NCC ബന്ധപ്പെട്ട ചോദ്യങ്ങളായിക്കോട്ടെ, സ്കൗട്ടായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ സാധ്യതയുണ്ട്. അപ്പം
നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാം തന്നെ ഒരു വ്യക്തമായ രീതിയിൽ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് നിങ്ങൾക്ക് നല്ല വ്യക്തമായ ട്രെയിനിങ് വേണം, നല്ല ഈ പറയുന്ന രീതി എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് വേണം, റിസൾട്ട് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ പഠിക്കുകയും വേണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ പറയുന്ന AZB അക്കാഡമി, നമ്മൾ IBSA ടയർ 3 ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിലേക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടെ ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മോക്ക് ഇന്റർവ്യൂസും അതേപോലെ തന്നെ സ്റ്റഡി നോട്ട്സുകളും ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യും അവിടെ അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഓരോ ഇഷ്യൂസും ഈ പറയുന്ന ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇന്ത്യയിലും അതേപോലെ ആഗോളതലത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് ഇന്ത്യയിലൊക്കെ ഹോമോസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും. ഓക്കെ, ഉറപ്പാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഈ പറയുന്ന നോട്ട്സുകൾ ഉണ്ടാകണം, അതുപോലെ വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ഇന്റർവ്യൂസ് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ കണ്ട നമ്പർ വിളിച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക ഉടനെ തന്നെ തുടങ്ങുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കമന്റ് ആയിട്ട് അറിയിക്കാനും ശ്രമിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റോട് കൂടി തന്നെ എന്ത് ചെയ്യുക ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും ഈ വരുന്ന റിസൾട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ എല്ലാവരും പേര് എന്ത് ചെയ്യാൻ അത് കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ എന്ത് ചെയ്യുക ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാണണം, ഓവർ കോൺഫിഡൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, നല്ല കോൺഫിഡൻസ്, നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു.